നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് തൊട്ട് 4-ാം ദിവസം ICC T20 വേൾഡ് കപ്പിന് അരങ്ങുണരുകയാണല്ലോ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ടീമുകളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് ടീം അനാലിസിസ് വീഡിയോ സീരീസ് ആരംഭിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഓസ്ട്രേലിയൻ ടീമിനെ കുറിച്ചും ഇന്ത്യൻ ടീമിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിനെ കുറിച്ചാണ്. മുൻ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസ് ഈ T20 വേൾഡ് കപ്പിന് വരുമ്പോൾ അവരുടെ സ്ക്വാഡ് എങ്ങനെ, ആരോടൊക്കെയാണ് അവർ കളിക്കുന്നത്, സ്ക്വാഡിൻ്റെ ഡെപ്ത് എങ്ങനെ, സാധ്യതകൾ എങ്ങനെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ടീം അനാലിസിസിൽ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പവർ ആൻഡ് ഡെപ്ത് അവരുടെ ബാറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ളൊരു സ്ക്വാഡുമായിട്ടാണ് അവർ വരുന്നത്. അത് നമുക്ക് അവരുടെ ഗ്രൂപ്പ് ഫിക്സ്ചേഴ്സ് നോക്കാം. ഫെബ്രുവരി 7-ന് അവർ സ്കോട്ട്ലൻഡുമായിട്ട് കൊൽക്കത്തയിൽ ഏറ്റുമുട്ടുന്നു. ഫെബ്രുവരി 11-ന് അവർ മുംബൈയിൽ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്നു. ഫെബ്രുവരി 15-ന് അവർ മുംബൈയിൽ നേപ്പാളുമായിട്ട് കളിക്കുന്നു. ഫെബ്രുവരി 19-ന് കൊൽക്കത്തയിൽ അവർ ഇറ്റലിയുമായിട്ട് കളിക്കുന്നു. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ്. ഇംഗ്ലണ്ടാണ് ഒരു ശക്തരായിട്ടുള്ള എതിരാളി എന്ന് പറയാനുള്ളത്. പിന്നെ നേപ്പാളും സ്കോട്ട്ലൻഡും ഒക്കെ എന്ത് തരത്തിലുള്ള അട്ടിമറിക്കും അവരുടേതായിട്ടുള്ള ദിവസങ്ങളിൽ കെൽപ്പുള്ളവരാണ്. ഇപ്പോൾ ഇവരുടെ ടീമിൻ്റെ ഒരു പ്രത്യേകത, വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഡെപ്ത് ആൻഡ് പവർ, ബാറ്റിംഗ് ഡെപ്ത് ആൻഡ് പവർ. അതെടുത്ത് പറഞ്ഞേ പറ്റൂ. അവരേറ്റവും ഒടുവിൽ ICC ട്രോഫി നേടുന്നേക്ക് ഓർമ്മയുണ്ടല്ലോ, 2016. അന്ന് സിക്സർ തുടരെ അടിച്ചുകൊണ്ട് കിരീടത്തിലേക്ക് പോയതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ T20 വേൾഡ് കപ്പ് 2026 വരുമ്പോഴും അതുപോലെ പവർ പാക്ക്ഡ് പ്ലെയേഴ്സിനെയും കൊണ്ടാണ് അവർ വരുന്നത്. ഡാരിൻ സമി നേരത്തെ കിരീടം ചൂടിയ ടീമിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഹെഡ് കോച്ചാണ്. അദ്ദേഹം വിശ്വസിക്കുന്നു സംതിങ് സ്പെഷ്യൽ ഈസ് എബൌട്ട് ടു ഹാപ്പൻ. സംതിങ് സ്പെഷ്യൽ ഈസ് എബൌട്ട് ടു ഹാപ്പൻ. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് വിശ്വസിക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച്, ഇന്ത്യയിൽ വെച്ച് വീണ്ടും സംതിങ് സ്പെഷ്യൽ ഈസ് എബൌട്ട് ടു ഹാപ്പൻ എന്നവർ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിന് വരുന്ന ടീമുകളെ നമ്മൾ നോക്കിയാൽ, 20 ടീമുകളെ നോക്കിയാൽ വെസ്റ്റ് ഇൻഡീസാണ് സെക്കൻഡ് ലോവസ്റ്റ് വിൽ ലോസ് റേഷ്യോ ഉള്ള ടീം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് ഉണ്ടല്ല, T20 2024 T20 വേൾഡ് കപ്പ്, വെസ്റ്റ് ഇൻഡീസിലും USA നടന്ന വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പിന് ശേഷം അവർ 43 T20 മത്സരങ്ങൾ കളിച്ചതിൽ വെറും 14 മാത്രമാണ് വിജയിച്ചത്. അതാണ് പ്രശ്നം. അവിടെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ളത്. സോ അവർ വളരെ താഴെയാണ്, സെക്കൻഡ് ലോവസ്റ്റ് വിൽ ലോസ് റേഷ്യോ ആണ് അവർക്കിപ്പോഴുള്ളത്. ദെൻ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് നമുക്ക് എടുത്ത് പറഞ്ഞേ പറ്റും. തുടക്കത്തിൽ വിക്കറ്റ് വീണാലും അവരുടെ മത്സരങ്ങൾ അവർ കൈവിട്ട് കളയാത്ത തരത്തിലുള്ള ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട്. ഇപ്പോൾ റൊമാരിയോ ഷെഫേർഡ് അദ്ദേഹം സ്ക്വാഡിലേക്ക് വന്ന് T20 മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ കെൽപ്പുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ബോൾ പെർ ബൗണ്ടറി റേഷ്യോ നോക്കിയാൽ 4.64 ആണ്. അതുപോലെ തന്നെ അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് നമ്മൾ എടുത്ത് നോക്കിയാൽ നമ്പർ 11 വരെ വേണമെങ്കിൽ അവർക്ക് ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരെ ഇറക്കാൻ പറ്റും. അവരുടെ മിഡിൽ ഓർഡർ നമ്പർ 4 to 7 എടുത്ത് നോക്കിയാൽ 150 സിക്സുകളാണ് കഴിഞ്ഞ 7 മാസക്കാലത്തിനിടയ്ക്ക് അടിച്ചു കൂട്ടിയത്. അത്രത്തോളം മികവിലടിക്കുന്ന മറ്റൊരു ടീമുണ്ടോ എന്നത് തന്നെ സംശയമാണ്. അതോടൊപ്പം തന്നെ ഒന്നുകൂടി പവർ വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. നിക്കോളാസ് പൂറനെ തിരികെ കൊണ്ടുവരാൻ. പൂറൻ നമുക്കറിയാം T20 നിന്നൊക്കെ വിരമിച്ചതാണ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതാണ്. അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത് നടന്നില്ല. അതോടുകൂടി ഒരു ഷിംറോൺ ഹെറ്റ്മയറിനെ നമ്പർ 3 പൊസിഷനിൽ ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിച്ചു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള സീരീസിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ സൂപ്പർവായിട്ട് അദ്ദേഹം പ്രകടനം നടത്തി. 171 റൺസാണ് അദ്ദേഹം 3 ഇന്നിങ്സിൽ നിന്നായിട്ട് അടിച്ചത്, അതും 178.12 സ്ട്രൈക്ക് റേറ്റിൽ. അപ്പോൾ ഷിംറോൺ ഹെറ്റ്മയറെ തീർച്ചയായിട്ടും ഭയക്കണം. അദ്ദേഹം ഇപ്പോൾ മികച്ച ഫോമിലാണ്. പിന്നെ അവരുടെ റീസെൻറ്റ് ഫോം എടുത്ത് നോക്കിയാൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള സീരീസ് 2-1 എന്ന രൂപത്തിലാണ് അവസാനിച്ചത്, വേൾഡ് കപ്പിന് മുമ്പുള്ള സീരീസ്. ഏതായാലും അതിനു മുമ്പ് അവർ അഫ്ഗാനിസ്ഥാനോട് 2-1 ന്യൂസിലാൻഡിനോട് 3-1 തോറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്, അത്ര മികച്ചൊരു രൂപത്തിലല്ല ഇപ്പോൾ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ടീമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട താരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ജെയ്സൺ ഹോൾഡർ, ഇപ്പോഴും അദ്ദേഹം അവരുടെ ടീമിലെ പ്രധാന ഭാഗമാണ്. പിന്നെ ഷാമർ ജോസഫ്, ന്യൂ ബോൾ ത്രെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. പിന്നെ ഗുഡാകേഷ് മോട്ടി, ഇങ്ങനെയുള്ള താരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് 11 എങ്ങനെയായിരിക്കും നോക്കുകയാണെങ്കിൽ, ഷായ് ഹോപ്പ് ക്യാപ്റ്റൻ, ദെൻ ബ്രണ്ടൻ കിങ്ങോ ജോൺസൺ ചാൾസോ ഓപ്പൺ ചെയ്യാനെത്താനാണ് സാധ്യത. ദെൻ ഷിംറോൺ ഹെറ്റ്മയർ,
നമ്പർ 4 റോസ്റ്റൻ ചേസ്, നമ്പർ 5 റോമൻ പവൽ, നമ്പർ 6 ഷെർഫൻ റുദർഫോർഡ്, നമ്പർ 7 റൊമാരിയോ ഷെഫേർഡ്, നമ്പർ 8 ജെയ്സൺ ഓൾഡർ, നമ്പർ 9 അഖിൽ ഹുസൈന്, നമ്പർ 10 ഗുഡഗേഷ് മോട്ടി അല്ലെങ്കിൽ മാത്യു ഫോർഡ് വരാൻ സാധ്യതയുണ്ട്. നമ്പർ 11 ഷാമർ ജോസഫ് ഓർ ജേഡൻ സീൽസ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു ടീം കോമ്പിനേഷൻ. എന്തായാലും വെസ്റ്റ് ഇൻഡീസിന് നിരവധി ആരാധകർ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, വലിയ പ്രതീക്ഷയിലാണ്. ഡാരൻ സമി പറഞ്ഞ പോലെ അതുതന്നെയാണ് അവരുടെ ഇത്തവണത്തെ മുദ്രാവാക്യം എന്ന് വേണമെങ്കിൽ പറയാം. സംതിങ് സ്പെഷ്യൽ ഈസ് എബൌട്ട് ടു ഹാപ്പൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ എത്താം.